നമ്മുടെ അമലുകൾ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ അമലുകളെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം. അമലുകളെ ബാത്തിലാക്കുന്ന, നമ്മൾ ചെയ്ത നന്മകളെ ഇല്ലാതെയാക്കി കളയുന്ന 10 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എല്ലാ അമലുകളെയും ബാത്തിലാക്കുന്ന, എല്ലാ പ്രവർത്തനങ്ങളെയും നിഷ്ഫലമാക്കുന്ന, എല്ലാ സൽക്കർമ്മങ്ങളെയും അവയുടെ വേരുകളോടുകൂടി പിഴുതെറിയുന്ന ഒരേ ഒരു തിന്മയാണുള്ളത്. അത് ശിർക്കാൻ, അത് കുഫ്രാൻ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകലാണ്, റിദ്ദറ്റാൻ, നിഫാഖാൻ, കപട വിശ്വാസമാണ്. അത് നിന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ശിർക്ക് സംഭവിച്ചാൽ, കുഫ്ർ ഉണ്ടായിക്കഴിഞ്ഞാൽ, നീ കപടനായി മാറിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് നിനക്കുള്ളിൽ വിശ്വാസമില്ല. അതല്ലെങ്കിൽ നീ മുസ്ലിം ആകുന്നതിൽ നിന്ന് പുറത്തുപോയാൽ, നീ മറ്റു മതങ്ങൾ സ്വീകരിച്ചാൽ, പ്രത്യയ ശാസ്ത്രങ്ങൾ സ്വീകരിച്ചാൽ, അതോടുകൂടി നിന്റെ എല്ലാ അമലുകളും ബാത്തിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് മുൻപുള്ള നബിമാർക്കും എല്ലാം നാം വഹി നൽകിയ കാര്യമാണ്, നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളെല്ലാം ബാത്തിലാകും. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യരുത്, അള്ളാഹുവിനല്ലാതെ നേർച്ചകൾ നേരരുത്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ബലിയർപ്പിക്കരുത്, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനോടല്ലാതെ സഹായം ചോദിക്കരുത്, അള്ളാഹുവിൻ്റെ മേലല്ലാതെ ബരമേൽപ്പിക്കരുത്, അള്ളാഹുവിനെ അല്ലാതെ അങ്ങേയറ്റം സ്നേഹിക്കരുത്, അള്ളാഹുവിനോടല്ലാതെ അങ്ങേയറ്റത്തെ ഭയമുണ്ടാകരുത്, അള്ളാഹുവിലല്ലാതെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ടാകരുത്, അള്ളാഹുവിലല്ലാതെ നിന്റെ കാര്യങ്ങൾ സർവ്വതും നീ ഏൽപ്പിക്കരുത്. ഒരു ഇബാദത്തും അള്ളാഹു അല്ലാത്തവർക്ക് നീ നൽകരുത്. ഒന്നാമത്തെ കാര്യം അതാണ്. ശിർക്കുണ്ടാകരുത്, കുഫ്ർ സംഭവിക്കരുത്, നിഫാഖ് ഉണ്ടാകരുത്. അത് എല്ലാ അമലുകളെയും ബാത്തിലാക്കി കളയും. രണ്ടാമത്തെ കാര്യം സഹോദര, പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുന്ന കാര്യം റിയാ ആണ്, ലോകമാന്യമാണ്. അതിൻ്റെ വകഭേദങ്ങൾ മറ്റു പലതുമുണ്ട്. ഉജുബ് അതിൽപ്പെട്ടതാണ്. റിയാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. നീ നോമ്പുകാരനാണെന്ന് ആളുകൾ അറിയാൻ, നിസ്കാരക്കാരനാണെന്ന് ആളുകൾ അറിയാൻ, നീ ഖുർആൻ പാരായണത്തിൽ കഴിവുള്ളവനാണെന്ന് ആളുകൾ അറിയാൻ, നീ ഇബാദത്തുകൾ ചെയ്യുന്നത് ജനങ്ങൾ കാണാൻ, നീ സദഖകൾ നൽകുന്നവനാണെന്ന് ആളുകൾ കാണാൻ. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇദാ ലം തുഖ്ലിസ് ഫലാ തതഅബ്. ഇഖ്ലാസ് ഇല്ലേ, നീ വെറുതെ പണിയെടുത്ത് വിഷമിക്കണ്ട, പണിയെടുത്ത് ക്ഷീണിക്കണ്ട. ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഇദാ ലം തുഖ്ലിസ് ഫലാ തതഅബ്. ഇഖ്ലാസ് ഇല്ലേ, നീ പണിയെടുക്കണ്ട, ഒരു കാര്യവുമില്ല. റിയാ അമലുകളെ മുഴുവൻ ബാത്തിലാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഏത് അമലുകളിലാണോ റിയാ കടന്നു വന്നിരിക്കുന്നത്, ആ അമലുകളെ റിയാ ഇല്ലാതെയാക്കി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ ജമഅ അല്ലാഹു അൻ-നാസ യൗമൽ ഖിയാമ, അല്ലാഹു ജനങ്ങളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, നാദ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, മൻ കാന അശ്റക ഫീ അമലിൻ അമിലഹു ലില്ലാഹി അഹദൻ ഫൽയത്ലുബ് സവാബഹു മിൻ ഇൻദി ഗൈരില്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ മറ്റു വല്ലവരെയും പങ്കുചേർത്തിട്ടുണ്ട് എങ്കിൽ, അവനു വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് എങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത് എങ്കിൽ, ഫൽയത്ലുബ് സവാബഹു മിൻ ഇൻദി ഗൈരില്ലാഹ്, അവൻ അള്ളാഹു അല്ലാത്തവരിൽ അവൻ്റെ പ്രതിഫലം പോയി അന്വേഷിക്കട്ടെ. ചെയ്ത അമല് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് എങ്കിൽ അതിനുള്ള പ്രതിഫലം അവിടെ പോയി തപ്പട്ടെ. فإن الله أغنى الشركاء عن الشرك. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പങ്കാളികൾ ഉണ്ടാകുക എന്നതിൽ നിന്ന് അങ്ങേയറ്റം ധന്യതയുള്ളവനാണ്. പങ്കാളികളെ ചേർത്ത ഒരു പ്രവർത്തനം അവന് വേണ്ടതില്ല. അതുകൊണ്ട് അമലുകൾ പരിശോധിക്കുക. ചില ആളുകൾ പറയും, ഞാൻ രാത്രിയിൽ നിസ്കരിച്ച് ഒരാളും അറിഞ്ഞിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. ആ പ്രവർത്തനത്തിൻ്റെ കാര്യം എന്താണ്? സഹോദര, അതിൽ നിനക്ക് ഉജുബ് ഉണ്ടാകരുത്. എന്താണ് ഉജുബ് എന്ന് പറഞ്ഞാൽ, നീ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ വലിയ ആളാണല്ലോ എന്ന മതിപ്പ് നിനക്ക് സ്വയം ഉണ്ടാകരുത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, ഇത്ര അമലുകൾ എനിക്കുണ്ട്, ഇത്ര സദഖകൾ ഞാൻ ചെയ്തിട്ട്. ആരുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നവർ? ആരുണ്ടായിരിക്കും ഇങ്ങനെ നിസ്കരിക്കുന്നവർ? ആരുണ്ടായിരിക്കും ഖുർആൻ ഓതി കരയുന്നവർ?
ആരുണ്ടായിരിക്കും അള്ളാഹുവിനെ ഓർത്ത് ഏകാന്തമായി പേടിച്ച് കരയുന്നവർ? ഇങ്ങനെ നീ ചിന്തിക്കരുത്. അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തുകളും നീ ചെയ്തു വെച്ച ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഓർത്തും നീ സ്വയം മതിപ്പുള്ളവനായി തോന്നരുത്. ആ അവസ്ഥ നിനക്കുണ്ടാകരുത്. അത് റിയാഇന്റെ വകഭേദങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഉലമാക്കളിൽ ചില പറഞ്ഞു, ഖഫിയായ വളരെ സൂക്ഷ്മമായ റിയാഇൽപ്പെട്ടതാണ്. ചില ആളുകൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കും, അവൻ്റെ ഭാര്യ പോലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. അവൻ ഏകാന്തമായി ഒറ്റക്കാണ് നിസ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അവൻ രാവിലെ ജനങ്ങൾക്കിടയിലേക്ക് വന്നിറങ്ങും. ആളുകളെ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ സ്വയം ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ രാത്രിയൊക്കെ നിസ്കരിക്കുന്ന ഒരാളാണ്, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ കണ്ടിട്ട് സലാം പറയാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ പരിഗണിക്കാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ ഞാൻ ഇത്രയും ഇബാദത്തുള്ള ഒരാളല്ലേ? ഇവൻ അറിയുമോ ഞാൻ ചെയ്യുന്ന ഇബാദത്ത്? അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനത് ചിന്തിക്കുകയാണ് എങ്കിൽ അതറിയാം, സൂക്ഷ്മമായി അറിയാം. അതുകൊണ്ട് സഹോദര, ഇഖ്ലാസ് ശ്രദ്ധിക്കുക. സലഫുകൾ പറഞ്ഞതുപോലെ മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, എൻ്റെ നിയ്യത്തിനേക്കാൾ കടുത്ത പ്രയാസകരമായ ഒരു കാര്യവും ഞാൻ ചികിത്സിച്ചിട്ടില്ല. അത് ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരു രൂപത്തിൽ ഇല്ലാതെയാക്കിയാൽ വേറൊരു നിറത്തിൽ അത് പുറത്തു വരും. ചില ആളുകൾ ചിലപ്പോൾ നിസ്കരിക്കാൻ നിൽക്കും, അവൻ ആളുകൾ നോക്കുന്നത് കണ്ടാൽ നിയ്യത്ത് ശരിയാക്കും. അള്ളാഹുവിന് വേണ്ടിയാണ്, വേറെ ഒരാൾക്കും വേണ്ടിയല്ല. അവനെ നോക്കുന്നില്ല ഞാൻ, അവൻ എന്താകട്ടെ, ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ അവൻ നിയ്യത്ത് ശരിയാക്കും. അപ്പോൾ അവൻ്റെ മനസ്സിൽ വേറൊരു സ്ഥലത്ത് പുറത്തു വരും. എത്ര ആളുകൾ റിയാവോടുകൂടിയായിരിക്കും നിസ്കരിക്കുന്നത്. നീ കണ്ടില്ലേ, ഇഖ്ലാസ് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഇഖ്ലാസ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമോ? നീ അത് ഇല്ലാതെയാക്കിയാൽ ചിലപ്പോൾ നിന്റെ മനസ്സിൽ പിശാച് മറ്റൊരു രൂപത്തിൽ പുറത്തു വരും. സഹോദരങ്ങളെ, ഇഖ്ലാസിൻ്റെ കാര്യം ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അമലുകൾ ബാത്തിലാവുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേത് അതാണ്, റിയാഅൻ. മൂന്നാമത്തെ കാര്യം ഖുർആനിൽ പറഞ്ഞതുപോലെ അൽ മന്നു വൽ അദ, ചെയ്ത നന്മകൾ പ്രത്യേകിച്ച് സദഖകൾ എടുത്തു പറയുകയും ഔദാര്യം പറയുകയും അതിൻ്റെ പേരിൽ ആളുകളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുക. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സദഖകൾ, ദാനധർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടോ പ്രയാസപ്പെടുത്തിക്കൊണ്ടോ ഇല്ലാതെയാക്കരുത്. ചെയ്ത സദഖ, ഒരാൾക്ക് നീ സദഖ കൊടുത്തു, അവനോട് നീ പറയും ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ അങ്ങനെ പറയരുത്. വൽ അദ, അതല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. നീ സദഖ കൊടുത്തതിൻ്റെ പേരിൽ, നിന്റെ അടുക്കൽ നിന്ന് അത് വാങ്ങിച്ചതിൻ്റെ പേരിൽ നീ അവനെ ബുദ്ധിമുട്ടിക്കരുത്. ചില ആളുകൾ സദഖ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സദഖ വാങ്ങിച്ച മനുഷ്യൻ അവനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടില്ല എങ്കിൽ അവൻ ഉടനെ ആ സദഖയെക്കുറിച്ച് ഓർക്കും. നേരെ നാവ് കൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഈ ചിന്ത വരും, അവൻ എൻ്റെ അടുത്തുനിന്ന് പൈസ കണ്ടിട്ടൊരു മൈൻഡ് പോലുമില്ല. നീ സദഖ കൊടുത്തത് അവൻ നിന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാനല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാനാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവനെ കാണുന്നതിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്നൊരു നന്ദിയോ ഒരു നന്ദി വാക്കുകളോ ഒരു പ്രതിഫലമോ ഒരു പ്രത്യുപകാരമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സദഖകൾ സഹോദരങ്ങളെ അത് ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അൽ മന്നു വൽ അദാ എന്നത്. നാലാമത്തെ കാര്യം, നമ്മുടെ സംസാരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ അർഹമല്ലാത്ത വാക്കുകൾ നമ്മൾ പറയരുത്. ചില ആളുകൾ ചിലപ്പോൾ ഇബാദത്തുകൾ ചെയ്താൽ തിന്മകൾ ചെയ്തു പോകുന്നവരെ, ഹറാമുകളിൽ വീണ് കിടക്കുന്നവരെ വളരെ പുച്ഛത്തോടു കൂടി കാണും. അവൻ നന്മകൾ ചെയ്താൽ മറ്റുള്ളവരെ കുറിച്ച് അവൻ്റെ മനസ്സിലുള്ള ചിന്ത വളരെ മോശമാണ്, വളരെ അധമമായ ചിന്തയാണ്. ഇവനൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമോ? ഇവനൊക്കെ ചെയ്യുന്ന തോന്നിവാസമെന്ന്, ഇവനൊക്കെ ഹൃദയത്തിൽ ഈമാനുണ്ടോ? ഇവനൊക്കെ ഇസ്ലാം എന്താണെന്ന് അറിയുമോ?
അവൻ ഇബാദത്ത് ചെയ്താൽ അതോടുകൂടി ഇബാദത്ത് ചെയ്യാത്ത മറ്റുള്ളവരെയെല്ലാം അവൻ അധമന്മാരായി കണക്കാക്കും. അവൻ കാണുന്നില്ല എന്നേ ഉള്ളൂ, ചിലപ്പോൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കിബ്രോടുകൂടി രാത്രി നിസ്കാരത്തിൽ സുദീർഘമായ ഖുർആൻ പാരായണവുമായി രാത്രി നിസ്കരിക്കുന്നവനേക്കാൾ അള്ളാഹുവിൻ്റെ അരികിൽ നല്ലവനാരാണ്? രാത്രി കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ തൻ്റെ തിന്മകൾ ഓർത്ത് ഭയന്ന് വറച്ച് കരഞ്ഞ് കണ്ണുനീരുകൾ നിറഞ്ഞ അവസ്ഥയിൽ ഉറങ്ങിപ്പോയവനാണ് അള്ളാഹുവിൻ്റെ അരികിൽ ഇവനേക്കാൾ നല്ലത്. കിബ്റുള്ള രാത്രി നിസ്കാരത്തെക്കാൾ നല്ലത് വിനയമുള്ള പാപങ്ങൾ അത് ആലോചിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടുന്നവനാണ്. ഈ പറഞ്ഞതൊന്നും ഇബാദത്തുകളിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താനല്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ അടിമത്വം, അള്ളാഹുവിന് മുൻപിലുള്ള അടിമത്വം ശരിയായ രൂപത്തിൽ നിനക്ക് ലഭിക്കാനുള്ള വഴിയാണ് ഇബാദത്തുകൾ. പക്ഷേ ഇബാദത്ത് ഒരിക്കലും നിന്നെ അഹങ്കാരിയാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റജുലൻ ഖാൽ, ഒരിക്കലൊരു മനുഷ്യൻ, അയാൾ നല്ല ഇബാദത്ത് ചെയ്യുന്നയാളായിരുന്നു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നയാളാണ്. അവൻ്റെ പരിചയത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. ഈ കൂട്ടുകാരനെ കാണുമ്പോഴെല്ലാം അവൻ ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. രണ്ടാളുകൾ, അതിലൊരാൾ ഇബാദത്ത് ചെയ്യുന്ന ആൾ, മറ്റൊരാൾ തിന്മകൾ ചെയ്യുന്നയാളാണ്. ഇബാദത്തുകൾ ചെയ്യുന്ന ഈ മനുഷ്യൻ ഈ തിന്മകൾ ചെയ്യുന്നവനെ കാണുമ്പോഴെല്ലാം പറയും, ഇത്തഖില്ലാഹ് ഇത്തഖില്ലാഹ് ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം, തിന്മകൾ കുറക്കണം, തിന്മ ചെയ്യരുത്, ഉപദേശിച്ചു കൊണ്ടിരിക്കും. ഒരു ദിവസം ഈ മനുഷ്യൻ മറ്റൊരാൾ തിന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾ ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇത് കേട്ടപ്പോൾ ആ തെറ്റ് ചെയ്യുന്നയാൾ അയാൾ പറഞ്ഞു, നീ എന്നെയും അല്ലാഹുവിനെയും വെറുതെ വിട്ടേക്ക്. അവനാ പറഞ്ഞത് ശരിയായ കാര്യമല്ല. ഒരാൾ അല്ലാഹുവിൻ്റെ ഉപദേശിക്കുമ്പോൾ നീ നിന്റെ പണി നോക്കുക എന്ന് പറയാൻ പാടില്ല. പക്ഷെ അവനത് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു തന്നെ സത്യം, നിനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു നൽകുകയില്ല, അള്ളാഹു നിനക്ക് പുറത്തു തരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നതാണ്, മൻ ദല്ലദീ യതഅല്ല അലയ്യ അല്ല അഗ്ഫിറ ലി ഫുലാൻ, ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് എൻ്റെ പേരിൽ ശപഥം ചെയ്യാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഫഇന്നി ഖദ് ഗഫർതു ലി ഫുലാൻ വഅഹ്ബത്തു അമലക്, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ അമലുകളെല്ലാം ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ അമലുകൾ ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, തിന്മ ചെയ്യുന്നവർ ഉപദേശിച്ചു കൊടുക്കുക. ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കില്ല, ഇന്ന ആൾ നരകത്തിലാണ്, ഇന്ന ആൾ സ്വർഗത്തിലാണ്, നിന്നെ ഏൽപ്പിച്ച കാര്യമല്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അവൻ യഹ്ദി മൻ യശാ വയുദില്ലു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു, ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിര് നിൽക്കുക എന്നതാണ്. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ റസൂലുള്ളാഹിക്ക് എതിര് നിൽക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരിക്കലും അതിനെതിരെ ഒരു വാക്ക് നിന്റെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. അല്ലയോ മുഅ്മിനീങ്ങളെ, ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. മുഅ്മിനീങ്ങളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന വേളയിൽ അവിടുന്ന് സംസാരിക്കുന്ന ശബ്ദത്തെക്കാൾ ഉയരത്തിൽ നിങ്ങളുടെ ശബ്ദം ഉണ്ടാകരുത്. റസൂലുള്ളാഹിയുള്ള സദസ്സിൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. അതുപോലെ തന്നെ അവിടുത്തെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ റസൂലുള്ളാഹിയെ നിങ്ങൾ അഭിസംബോധന ചെയ്യരുത്. എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്താൽ സംഭവിക്കുക? അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലാകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയായിപ്പോകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ ബാത്തിലാകുമെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ അവിടുത്തെക്കാൾ ശബ്ദത്തിൽ സംസാരിക്കുന്നതിനാണ് ഈ പറഞ്ഞ ശിക്ഷ പറഞ്ഞത്. അവൻ്റെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിര് പറഞ്ഞതല്ല. അവൻ്റെ സംസാരത്തിൻ്റെ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നുപോയി. റസൂലുള്ളാഹിയുടെ എതിര് പറഞ്ഞതല്ല, ശബ്ദം ഉയർന്നുപോയി. ഇബ്നുൽ ഖയ്യിം പറയാണ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് മുകളിൽ തൻ്റെ ബുദ്ധിയെ വെക്കുന്നവൻ്റെ കാര്യം എന്തായിരിക്കും? റസൂലുള്ളാഹിയുടെ ഹദീസുകൾക്ക് മുൻപിൽ തൻ്റെ ന്യായങ്ങൾ കൊണ്ടുവരുന്നവൻ്റെ കാര്യം എന്തായിരിക്കും? ഇത് ഏത് നബി പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ? ഇത് ഏത് റസൂൽ പറഞ്ഞാലും എന്നോട് പറയേണ്ട എന്ന് പറയുന്ന ആളുകളില്ലേ? സഹോദര, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് എതിരെ പ്രവർത്തിക്കുക എന്നത് അമലുകൾ ബാത്തിലാകാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രഹസ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ധിക്കരിക്കുക എന്നത് മറ്റ് അമലുകൾ കൂടി ബാത്തിലാകാനുള്ള കാരണമാണ്. പരസ്യത്തിൽ ആൾക്കാരുടെ ഇടയിൽ നല്ലവനാണ്, ഒറ്റക്കായി കഴിഞ്ഞാൽ അവൻ ഹറാമുകളിൽ മുഴുകുന്നതാണ്. ഇത് അമലുകൾ ബാത്തിലാകാനുള്ള വഴികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല അഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളെ എനിക്കറിയാം. യഅതൂന യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വന്നെത്തുന്നതാണ്. യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ ബിയദൻ, തിഹാമ പർവ്വതത്തോളം വലുപ്പമുള്ള നന്മകൾ അവർ ചെയ്തു വച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുമായി അവർ പരലോകത്ത് വന്നെത്തുന്നത്. സൽക്കർമ്മങ്ങൾ ധാരാളമുണ്ട്. ഫയജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറ, പ്രവർത്തനങ്ങളെയെല്ലാം അല്ലാഹു ധൂളികളാക്കി കളയും. ഹബാ മൻസൂർ എന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ ബാത്റൂമിലോ മറ്റോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ ഈ വെളിച്ചം ചെറിയ ഓട്ടയിലൂടെയോ മറ്റോ സൂര്യൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ചെറിയ ധൂളികൾ കാണാൻ കഴിയും. അതിങ്ങനെ കൈകൊണ്ട് ആക്കിയാൽ യാതൊരു ഭാരവും അതിനില്ല. അതിനാണ് ഹബാ മൻസൂർ എന്ന് പറയുന്നത്. അതാണ് ഹബാ മൻസൂർ. വെളിച്ചത്തിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന പൊടിയെന്ന് പോലും അതിനെപ്പറ്റി പറയാൻ സാധിക്കില്ല. അതാണ് ഹബാ മൻസൂർ. ഒരു മണ്ണിൻ്റെ പൊടി എടുത്താൽ അതിന് ഇത്തിരി ഭാരമുണ്ട്, പക്ഷെ ഇതിന് അതുപോലുമില്ല. അതാണ് ഹബാ മൻസൂർ എന്ന് പറഞ്ഞാൽ. അള്ളാഹു ഈ പ്രവർത്തനങ്ങളെയെല്ലാം ധൂളികളാക്കി കളയുന്നതാണ്. സഹാബികൾ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ് സിഫ്ഹും ലന, അള്ളാഹുവിൻ്റെ റസൂൽ അവരാരാണ്? ജല്ലിഹിം ലന അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾ അറിയാതെ അക്കൂട്ടരിൽ പെട്ടുപോകാതിരിക്കാൻ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഈ പറഞ്ഞ ആളുകളുടെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദതികും, നിങ്ങളുടെ അതേ രൂപത്തിലുള്ള ആളുകളാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖാലു ബിമഹരിമില്ലാഹ് ഇൻതഹകുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർവരമ്പുകൾ രഹസ്യത്തിലായി കഴിഞ്ഞാൽ പിച്ചി ചീന്തുന്നവരാണ്. ഹറാമുകൾ, കേടുകൾ, തോന്നിവാസങ്ങൾ, അശ്ലീലതകൾ രഹസ്യത്തിലായി കഴിഞ്ഞാൽ ഹറാമിലാണ്. ഇത് സഹോദര നിന്റെ മറ്റു അമലുകൾ കൂടി ബാത്തിലാക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരക്കാരെ മുശ്രിക്കീങ്ങളുടെ രൂപത്തിലാണ്, മുശ്രിക്കീങ്ങളെ പോലെയാണ് അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ ഖൽബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അഫറഅയ്ത, അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങ് കാണുന്നില്ലേ? മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, തൻ്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയവൻ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങ് കാണുന്നില്ലേ? പിന്നെ ദേഹേച്ഛ എന്ന് പറഞ്ഞ ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളാണ് അവൻ്റെ ഇലാഹ്. ആ ആയത്തിനെ വിശദീകരിച്ച് ഉലമാക്കൾ പറഞ്ഞു, ഏതൊരു ഹറാമായ കാര്യവും ചെയ്യണമെന്ന താല്പര്യം ഉണ്ടായാൽ അവൻ ചെയ്തിരിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഒരു തിന്മയിൽ നിന്നും അവനെ പിന്നോട്ടാക്കുകയില്ല.
അതാണ് സ്വന്തം ദേഹേച്ഛയിലാക്കിയവൻ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ ഒരു തിന്മയിൽ നിന്നും പിറകോട്ട് പോവുകയില്ല. രഹസ്യത്തിലായിക്കഴിഞ്ഞാൽ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത കാരണം ഒരിക്കൽ പോലും അവൻ തിന്മയിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല. അവനാണ് ഈ പറഞ്ഞ ആളുകൾ. അത് അമലുകൾ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, അമലുകൾ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഏഴാമത്തെ കാര്യം ജ്യോത്സ്യന്മാരുടെ അരികിൽ ചെല്ലുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗമൻ ഔ സ്വലാത്തു 40 യൗമൻ. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ, ഭാവി അറിയാം എന്ന് പറയുന്നയാൾ, അതല്ലെങ്കിൽ മറഞ്ഞ കാര്യം അറിയാം എന്ന് പറയുന്നയാൾ, നമ്മുടെ നാട്ടിലുള്ള ഈ തങ്ങന്മാർ, ബീവിമാർ, ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുന്ന ആളുകൾ. കോഴിക്കോടൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ കാണാം ഇസ്ലാമിക് ജ്യോതിഷം എന്നൊരു പച്ച ഫ്ലക്സൊക്കെ അടിച്ച് കാണാം. ഇത് തനിച്ച ജ്യോത്സ്യമാണ്, ഇസ്ലാമിന് വിരുദ്ധമായ കാര്യമാണ്. ഒരാൾ പറയാൻ മറഞ്ഞ കാര്യം, ഞാൻ ഇതാ കളഞ്ഞുപോയ മാല തിരിച്ചു കിട്ടണമെങ്കിൽ, നിങ്ങൾക്കെതിരെ സിഹർ ചെയ്തത് ആരാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നത് അറിയണമെങ്കിൽ ഞങ്ങളുടെ അരികിൽ വരൂ. ഇങ്ങനെയുള്ള ആളുകളുടെ അരികിൽ പോയി ചോദിച്ചാൽ, അവനെ വിശ്വസിച്ചാലല്ല, ചോദിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇത് ഈ പറഞ്ഞ മാല അതെവിടെയായിരിക്കും? എനിക്കെതിരെ സിഹർ ചെയ്തിരിക്കുന്ന ആരാ? ഇങ്ങനെ അവൻ ചോദിച്ചാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗമൻ. 40 ദിവസത്തെ അവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ചോദിച്ചാൽ മാത്രം. വിശ്വസിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ فسأله عن شيء فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ പോയി എന്തെങ്കിലും ചോദിച്ചറിയുകയും അവൻ പറഞ്ഞത് സത്യപ്പെടുത്തുകയും ചെയ്താൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിച്ചാൽ അവസ്ഥ ഇതാണ്. വിശ്വസിക്കാതെ ചോദിച്ചാൽ, വെറുതെ ചോദിക്കാൻ വേണ്ടി, ചില ആൾക്കാർ കാണാം ഈ വഴിയിലിരിക്കുന്ന ആൾക്കാർ വീട്ടിൽ ചിലപ്പോൾ കൈ നോക്കാൻ ഏതെങ്കിലും സ്ത്രീ വരും, അല്ലെങ്കിൽ തത്ത കാർഡ് എടുക്കാൻ വേണ്ടി തത്തയെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഒരു രസത്തിന് വേണ്ടി നോക്കിയേക്കാം, നമുക്ക് വെറുതെ നോക്കിയേക്കാം എന്നു പറഞ്ഞ് ഇതിനു മുൻപിൽ ഇരിക്കുന്ന ആളുകൾ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗമൻ, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കില്ല. വെറുതെ ചോദിച്ചാൽ തന്നെ വിശ്വാസമൊന്നുമില്ല, ഞാൻ വെറുതെ. അതേപോലെ ഈ എക്സിബിഷനുകളും മറ്റുമൊക്കെ നടക്കുന്നിടത്ത് കാണാം കമ്പ്യൂട്ടർ ജ്യോതിഷം. അതിലിങ്ങനെ 5 രൂപ പൈസ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നിന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറയും. അതുപോലെ തന്നെ അതിന് സമാനമായ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ ഹാൻഡ് റൈറ്റിങ്ങിൽ നിന്ന് സ്വഭാവം, നിന്റെ വ്യക്തിത്വം മനസ്സിലാക്കിയെടുക്കും. ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണത്. ഒരു അടിസ്ഥാനവും ആ പറഞ്ഞതിനില്ല. അതുപോലെ തന്നെ ഇങ്ങനെ മനുഷ്യൻ്റെ ഭാവിയുമായി, അതല്ലെങ്കിൽ അവൻ്റെ വ്യക്തിത്വവുമായി, അവൻ്റെ രഹസ്യങ്ങളുമായി, മറഞ്ഞ കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം വിഷയങ്ങളിലൂടെ ഈ പറഞ്ഞ മറഞ്ഞ കാര്യം അറിയിക്കാം എന്ന് പറയുന്നവരുടെ അരികിൽ ചെല്ലരുത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തിരിക്കുന്ന ചില ആളുകൾ തമാശക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ കാണാം, ഇതാ ഇന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഭാവിയിൽ ആരാകുമെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജോലി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ചില ആളുകൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല, തമാശയാണ്. എൻ്റെ സഹോദരങ്ങളെ, അഖീദ എന്നത്, വിശ്വാസം എന്നത് തമാശയല്ല. വിശ്വാസം എന്നത് തമാശയല്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുക എന്നത് അമലുകൾ ബാത്തിലാകാൻ വടിയൊരുക്കുന്ന കാര്യമാണ്. 9ാമത്തെ കാര്യം, ഭർത്താവിനെ ധിക്കരിക്കുക എന്നത്, അവരോട് അനുസരണക്കേട് കാണിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ ബാത്തിലാകാൻ കാരണമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്നാനി ലാ തുജാവിസു സ്വലാത്തുഹുമാ റൂസഹുമാ
2 വിഭാഗം ആളുകൾ അവരുടെ നിസ്കാരം അവരുടെ തലക്കു മുകളിലേക്ക് പൊന്തുകയില്ല. അള്ളാഹുലേക്ക് അമലുകൾ പൊന്തണം, അവരുടെ നിസ്കാരങ്ങൾ അവരുടെ തലക്കു മുകളിലേക്ക് ഉയരുകയില്ല. അതിലൊന്നാമത്തെ ആൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉടമസ്ഥന്റെ അരികിൽ നിന്ന് ഓടിപ്പോകുന്ന അടിമയാണ്. രണ്ടാമത്തെ ആൾ അവിടുന്ന് പറഞ്ഞു വംറഅത്തുൻ അസത് സൗജഹാ ഹത്താ തർജിഅ, തൻ്റെ ഭർത്താവിനെ ധിക്കരിക്കുന്ന സ്ത്രീയാണ്. അവൾ ഭർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുന്നതുവരെ അവളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഭാര്യമാർ ശ്രദ്ധിക്കണം. ഭാര്യ അവളെ ധിക്കരിച്ചാൽ അവളെ ഓർമ്മപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ് ഭർത്താവിനെ അനുസരിക്കുക എന്നത്. അവിടുന്ന് പറഞ്ഞു, ഒരു സ്ത്രീ അവൾ തൻ്റെ അടുപ്പിൽ റൊട്ടി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭർത്താവ് വിളിച്ചാൽ ഉത്തരം നൽകണം. അത് നിർബന്ധമാണ്, വാജിബാണ്. അത് നിസ്സാരമല്ല. ഇന്നത്തെ കാലത്ത് ഈ ഫെമിനിസവും ഈ പറഞ്ഞ ആധുനിക ചിന്താഗതികളുമൊക്കെ കുട്ടികളുടെ തലയിൽ കയറിയതിനാൽ അവർ ധരിക്കുന്നത് ഭർത്താവും ഭാര്യയും ഒരേ പദവിയിലാണ് എന്നാണ്. ഒരിക്കലുമല്ല. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് മുകളിൽ അധികാര പദവിയുണ്ട്. കുടുംബത്തിൽ, ഫാമിലിയിൽ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭർത്താവിനാണ് അധികാരമുള്ളത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഭാര്യനോടൊന്നും ചോദിക്കണ്ട, കൂടി ആലോചിക്കണം, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, ഒരു തർക്കമുണ്ടായാൽ അതിൽ അവസാന വാക്കാരുടേതാണ്? ഭർത്താവിൻ്റെതാണ്. ഏതൊരു സംവിധാനവും മുന്നോട്ട് പോകണമെങ്കിൽ അതിന് അവസാന വാക്ക് പറയുന്ന ഒരാൾ വേണം. ഏതെങ്കിലും കമ്പനി എല്ലാവരും കൂടി ആലോചിച്ച് എല്ലാവരുടെ അഭിപ്രായം ഒരേപോലെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാറുണ്ടോ? ഇല്ല. അതിന് അതിൻ്റെതായ അവസാന വാക്ക് പറയാൻ ഒരാളുണ്ടായിരിക്കും. കുടുംബം അതിനേക്കാൾ വലുതാണ്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ മാസം 5000 രൂപ ലഭിക്കുന്നതിന് വേണ്ടി, 10000 രൂപ ശമ്പളം കിട്ടുന്നതിന് വേണ്ടി മാനേജർ പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ CEO പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. ലീവ് കൊടുക്കണമെങ്കിൽ 10 ദിവസം മുൻപ് പ്രയർ നോട്ടീസ് കൊടുക്കണം, ഒക്കെ അനുസരിക്കാൻ തയ്യാറാണ്. എല്ലാം എന്തിനാണിത്? 20000 രൂപ ശമ്പളം കിട്ടാൻ വേണ്ടി. എനിക്ക് അനുവാദം ചോദിക്കാതെ പുറത്തിറങ്ങാൻ പറ്റും, ഇത്ര ടൈമുണ്ട്, യൂണിഫോം ഇങ്ങനെ ധരിക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തണം, ഇന്ന വർക്ക് ചെയ്യണം, ഒരു കുഴപ്പമില്ല. എന്നാൽ കുടുംബം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അത് സംരക്ഷിക്കുന്നതിന് ഭർത്താവിനാണ് സ്ഥാനമുള്ളത് എന്ന് പറഞ്ഞാൽ അത് അടിമത്തമാണ് എന്ന് ആളുകൾ പറയും. ഇവൻ്റെ മേലെയാണ് ഭക്ഷണത്തിൻ്റെ ബാധ്യതയുള്ളത്, ഇവൻ്റെ മേലെയാണ് കുടുംബത്തെ സംരക്ഷിക്കുക എന്ന ബാധ്യതയുള്ളത്, ഇവൻ്റെ മേലെയാണ് പുറത്തിറങ്ങി ജോലിയെടുത്ത് സമ്പാദിക്കുക എന്ന ബാധ്യതയുള്ളത്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്റെ ബാധ്യതയാണ് നിശ്ചയിച്ചത്. അതിനു പകരമാണ് സ്ത്രീ പുരുഷനെ അനുസരിക്കണം എന്ന നിയമം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ അനുസരിക്കാതിരുന്നാൽ, ഒരു ഭാര്യ ഭർത്താവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യത്തിൽ അനുസരിക്കാതെ ഇരുന്നാൽ അവളുടെ പ്രവർത്തനങ്ങൾ അത് ഉയർത്തപ്പെടുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. 10ാമത്തെ കാര്യം, സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഒരു മുസ്ലിമായ ഒരാളോട് കാരണമില്ലാതെ 3 ദിവസത്തിലധികം തെറ്റി നിന്നാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതല്ല. അതവൻ്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈൻ വയൗമൽ ഖമീസ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കപ്പെടുന്നതാണ്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ ആളുകൾക്കും അന്ന് പുറത്തു നൽകപ്പെടും. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ഷഹ്ന. 2 ആളുകൾക്കൊഴികെ, അതിലൊരാൾ അവനും അവൻ്റെ സഹോദരനും ഇടയിൽ പിണക്കമുണ്ട്, അകൽച്ചയുണ്ട്. ഫയുഖാൽ അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹാ. ഇവർ 2 പേരും ഇണക്കത്തിലാകുന്നത് വരെ കാത്തുവെക്കുക എന്ന് അവരുടെ കാര്യത്തിൽ പറയപ്പെടുന്നതാണ്. അതുകൊണ്ട് പരസ്പരം ഇപ്പം മുണ്ടാൻ പറ്റിയിട്ടും നല്ല സമയം, റമദാൻ ആയതുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ പെരുന്നാൾ. മുണ്ടാൻ മനുഷ്യന് യോജിച്ച ഏറ്റവും നല്ല സമയമാണ്. പിണക്കങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഇതാണ് 9 കാര്യം. 10 കാര്യമാണ്. 10 കാര്യം ഞാൻ പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ 10 കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളാണ്.